നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാരോ ആനന്ദ് എഴുതിയ രൂരു എന്ന കഹാനിയാണ് പഠിക്കാൻ പോകുന്നത്. കഹാനി എന്ന് പറഞ്ഞാല് കഥ, സ്റ്റോറി എന്നാണ്. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് രൂരു എന്നാണ് അല്ലെ. രൂരു എന്ന് പറഞ്ഞാല് ഒരു കങ്കാരു, ഒരു അമ്മയായ കങ്കാരു അതിന്റെ കുഞ്ഞിനെ വിളിക്കുന്ന പേരാണ്. അപ്പൊ നമുക്ക് കഥ വായിച്ചു നോക്കാം. ഓരോ വാക്കിന്റെയും അർത്ഥം പറഞ്ഞതിന് ശേഷം ഒരു വരിയുടെ മുഴുവനായിട്ടുള്ള അർത്ഥം പറഞ്ഞുതരാം. രൂരു ഏക് കങ്കാരു കാ ബച്ചാ ഥാ. രൂരു എന്നത് ഒരമ്മയായ കങ്കാരു അതിന്റെ കുഞ്ഞിനെ വിളിക്കുന്ന പേരാണ്. ഏക് എന്ന് പറഞ്ഞാല് ഒന്ന് എന്നും ഒരു എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. ഇവിടെ ഒരു എന്നതാണ് വരുന്നത്. കങ്കാരു എന്ന് പറഞ്ഞാല് കങ്കാരു തന്നെയാണ്. ബച്ച എന്ന് പറഞ്ഞാല് കുട്ടി, കുഞ്ഞ്. ബച്ചാ ഥാ എന്ന് പറഞ്ഞാല് കുട്ടി ആയിരുന്നു. രൂരു ഒരു കങ്കാരുവിന്റെ കുട്ടിയായിരുന്നു. കങ്കാരു കെ ബച്ചോं को ജോയിസ് कहते हैं. കങ്കാരു എന്ന് പറഞ്ഞാല് കങ്കാരു തന്നെയാണ്. ബച്ചോं को കുട്ടികളെ ജോയിസ്, ജോയിസ് എന്ന് പറഞ്ഞാല് ജോയി. ജോയിസ് कहते हैं എന്ന് പറഞ്ഞാല് എന്ന് വിളിക്കുന്നു, എന്ന് പറയുന്നു. കങ്കാരുവിന്റെ കുട്ടികളെ ജോയി എന്ന് വിളിക്കുന്നു. वैसे ही जैसे कुत्ते के बच्चे को पिल्ला और बिल्ली के बच्चे को बिलौटा कहते हैं. കുത്ത എന്ന് പറഞ്ഞാല് നായയാണ്. പട്ടിക്കുട്ടിക്കും നായക്കുട്ടിക്കും ഒക്കെ പില്ല എന്നാണ് പറയുന്നത്. ബില്ലി എന്ന് പറഞ്ഞാല് പൂച്ചയാണ്. പിലോട്ട എന്ന് പറഞ്ഞാല് പൂച്ചക്കുട്ടിയാണ്. നായയുടെ കുട്ടിയെ നായക്കുട്ടി എന്നും പൂച്ചയുടെ കുട്ടിയെ പൂച്ചക്കുട്ടി എന്നും വിളിക്കുന്നത് പോലെ. അതായത് നായയുടെ കുട്ടിയെ നായക്കുട്ടി എന്നും പൂച്ചയുടെ കുട്ടിയെ പൂച്ചക്കുട്ടി എന്നും വിളിക്കുന്നത് പോലെ കങ്കാരുവിന്റെ കുഞ്ഞിനെ ജോയ്സ് എന്ന് വിളിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങള് നായയുടെ കുട്ടിയെ പില്ല എന്നാണ് പറയുന്നതെന്നും പൂച്ചയുടെ കുട്ടിയെ ബിലൗട്ട എന്നാണ് പറയുന്നതെന്നും കങ്കാരുവിന്റെ കുട്ടിയെ ജോയ്സ് എന്നാണ് പറയുന്നതെന്നും പഠിച്ചു വെക്കുക. കാരണം പരീക്ഷയ്ക്ക് അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോ ചിത്രങ്ങൾ തന്ന് അത് യോജിപ്പിച്ച് എഴുതാനായിരിക്കും, അല്ലെങ്കിൽ ചിത്രം തന്നിട്ട് അതിന്റെ പേര് എഴുതി കൊടുക്കാനൊക്കെ ആയിരിക്കും ചോദ്യം വരുന്നുണ്ടാവുക. അപ്പൊ അത് നന്നായി പഠിച്ചു വെക്കുക. പിന്നെ ഓരോ വാക്കിന്റെയും അർത്ഥം അതിന്റെ മുകളിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഹിന്ദി അറിയില്ലെങ്കിലും ഇപ്പൊ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ പ്രധാനപ്പെട്ട പോയിന്റ്സ് പറയുന്നതൊക്കെ മാർക്ക് ചെയ്യുക. അർത്ഥങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോ നോട്ട് ബുക്കിലോ എഴുതി പഠിക്കുക. അപ്പൊ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാൻ പറ്റും. അപ്പൊ നമുക്കിനി ഇതിന്റെ ബാക്കി വായിച്ചു നോക്കാം. ഇവിടെ ചെറുതും വലുതുമായ കുറച്ച് കങ്കാരുവിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെയുള്ളത് നമുക്ക് വായിച്ചു നോക്കാം. ഉസ്കി അമ്മി ഉസേ രൂരു ബുലാത്തി थी क्योंकि वह हमेशा रोता रहता था. ഉസ്കി അവന്റെ, അമ്മി എന്ന് പറഞ്ഞാല് അമ്മ, ഉസേ എന്ന് പറഞ്ഞാൽ അവനെ, രൂരു ബുലാത്തി थी അവന്റെ അമ്മ അവനെ രൂരു എന്ന് വിളിക്കുമായിരുന്നു. ക്യോംകി കാരണം, വഹ് ഹമീഷ, വഹ് എന്ന് പറഞ്ഞാൽ അവൻ, ഹമീഷ എന്ന് പറഞ്ഞാൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അവന്റെ അമ്മ അവൻ എന്തുകൊണ്ടാണ് രൂരു എന്ന് വിളിച്ചത്? അവൻ എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. രോ ക്യൂ രഹേ ഹോ. രോന എന്ന് പറഞ്ഞാല് കരയുക. എന്തിനാ കരയുന്നത്? അമ്മീനെ ഫിർ പൂച്ച. അമ്മി എന്ന് പറഞ്ഞാല് അമ്മയാണ്. ഫിർ എന്ന് പറഞ്ഞാല് വീണ്ടും. പൂച്ച ചോദിച്ചു. അമ്മ വീണ്ടും ചോദിച്ചു, എന്തിനാ കരയുന്നത്? ക്യാ തുംകോ ബഹുത് അക്കേലാ അക്കേലാ ലഗ്താ ഹൈ ബേട്ടാ. ജേബ് സേ ഏക് ബാരിക് സി ആവാസ് ആയി. ജേബ് എന്ന് പറഞ്ഞാല് പോക്കറ്റ് എന്നുള്ള അർത്ഥമുണ്ട്. പക്ഷെ നമ്മളിവിടെ വരുന്നത് കങ്കാരു സഞ്ചി എന്നാണ്. അതായത് കങ്കാരുന്റെ വയറിന്റെ ഭാഗത്ത് കുഞ്ഞിനെ സംരക്ഷിക്കുന്ന സഞ്ചിയാണ് കേട്ടോ ഈ ജേബ് എന്ന് പറയുന്നത്. അതിലാണ് നമ്മുടെ രൂരു ഉള്ളത്. ഏക് എന്ന് പറഞ്ഞാല് ഒരു, ബാരീക് സി ആവാസ് നീർത്ത സ്വരം. ആവാസ് എന്നുള്ളതിന് ശബ്ദം, സ്വരം എന്നൊക്കെ പറയും. ആയി വന്നു. കങ്കാരുവിന്റെ സഞ്ചിയിൽ നിന്ന് ഒരു നേർത്ത സ്വരം വന്നു. ഹാ മേരാ കോയി ദോസ്ത് നെഹി. ഹാ എന്ന് പറഞ്ഞാല് അതെ. മേരാ കോയി ദോസ്ത് നെഹി
ദോസ്ത് എന്ന് പറഞ്ഞാല് സുഹൃത്ത്, ഫ്രണ്ട്, ചെങ്ങാതി, കൂട്ടുകാരൻ, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. നെഹി എന്ന് പറഞ്ഞാല് ഇല്ല, എനിക്കൊരു ഫ്രണ്ടും ഇല്ല, എനിക്കൊരു സുഹൃത്തും ഇല്ല, എനിക്കൊരു ചെങ്ങാതി ഇല്ല എന്ന് ആര് പറഞ്ഞു? നമ്മുടെ രൂരു പറഞ്ഞു. അപ്പൊ ഇത് ചിലപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കാം, ആരാണ് മേരാ കോയി ദോസ്ത് നെഹി എന്ന് പറഞ്ഞത്? അപ്പൊ എന്തെഴുതണം? രൂരു ആണ്, നമ്മുടെ കങ്കാരുവിന്റെ കുട്ടിയാണ്. കങ്കാരുവിന്റെ കുട്ടിക്ക് ഹിന്ദിയിൽ എന്താ പറയാ? ജോയ്സ്. അപ്പൊ അതും പഠിച്ചു വെക്ക. അപ്പൊ നമുക്കിനി ബാക്കി വായിച്ചു നോക്കാം. അമ്മി ഖുഷീസെ കൂദിനെ ഫാന്തിനെ ലഗി. ഖുഷി എന്ന് പറഞ്ഞാല് സന്തോഷം, ഖുഷീസെ എന്ന് പറഞ്ഞാല് സന്തോഷം കൊണ്ട്, കൂദിനെ ഫാന്തിനെ ലഗി തുള്ളിച്ചാടാൻ തുടങ്ങി. അമ്മ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. तो इसलिए उदास रहता था मेरा बच्चा. तो इसलिए എന്ന് പറഞ്ഞാല് അതുകൊണ്ട്, ഉദാസ് എന്ന് പറഞ്ഞാല് ദുഃഖിതൻ, ദുഃഖം, സങ്കടം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. മേര എന്ന് പറഞ്ഞാല് എന്റെ, ബച്ച എന്ന് പറഞ്ഞാല് കുട്ടി. അതുകൊണ്ടാണ് എന്റെ കുട്ടി, എന്റെ കുഞ്ഞ് ദുഃഖിതനായിരുന്നത്, സങ്കടപ്പെട്ടിരുന്നത് എന്ന് അമ്മ പറയാണ്. वो देर तक कूदती रही കൂദിത്തി ഹി രഹി. ദേർ തക് എന്ന് പറഞ്ഞാല് കുറെ നേരം. അമ്മ എന്താണ് കുറെ നേരം ഇങ്ങനെ ചാടിക്കൊണ്ടേയിരുന്നു. ഈ ചിത്രത്തില് 4 കങ്കാരുകൾ ഉണ്ടല്ലേ, അവരൊക്കെ എന്ത് ചെയ്തു? ഇങ്ങനെ ചാടിക്കൊണ്ടേയിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. റൂറു അബ് ടൈം ആകിയ ബച്ച. അബ് എന്ന് പറഞ്ഞാല് ഇപ്പോൾ, ടൈം എന്ന് പറഞ്ഞാല് ടൈം, സമയം എന്നുള്ള അർത്ഥാണ്. റൂറു ഇപ്പോൾ സമയായി കുട്ടി, കുഞ്ഞെ എന്ന് അമ്മ പറഞ്ഞു. അമ്മിക്ക് ഗോദ് സെ നിക്കലോ और बाहर जाकर दोस्त बनावो. അമ്മി എന്ന് പറഞ്ഞാല് അമ്മ, ഗോദ് എന്ന് പറഞ്ഞാല് മടിത്തട്ട്, ഗോദ്സെ എന്ന് പറഞ്ഞാല് മടിത്തട്ടിൽ നിന്ന്, ബാഹർ എന്ന് പറഞ്ഞാല് പുറത്ത്, ജാക്കർ പോയി, ദോസ്ത് എന്ന് പറഞ്ഞാല് ഫ്രണ്ട്, ചങ്ങാതി, കൂട്ടുകാരൻ, സുഹൃത്ത്, അങ്ങനെ പല അർത്ഥങ്ങളും ഉണ്ട്. അപ്പൊ അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തു പോയി ഫ്രണ്ട്സിനെ ഉണ്ടാക്കൂ എന്ന് അമ്മ പറഞ്ഞു. അതായത് ഈ കങ്കാരുവിന്റെ കുഞ്ഞ് പ്രസവിച്ച് 6 തൊട്ട് 9 മാസക്കാലം വയറ്റിലുള്ള സഞ്ചിയിലാണ് പാല് കുടിച്ച് വളരുന്നത്. അപ്പൊ ഈ അമ്മയായ കങ്കാരു ആണ് എല്ലാ ഭക്ഷണവും കൊടുക്കുന്നത്. അങ്ങനെ പുറത്തിറങ്ങാത്തത് കൊണ്ടാണ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തത്. അപ്പൊ നമ്മുടെ കുട്ടിയായ കങ്കാരു എന്താ പറഞ്ഞത്? എനിക്ക് ഒരു ഫ്രണ്ട്സും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ എന്താ പറഞ്ഞത്? ഇപ്പോ സമയമായി, പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? പുറത്തുപോയി ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ അമ്മ പറഞ്ഞു. അപ്പൊ ഇതിൽ നിന്നൊരു ചോദ്യം വരാം, ആരാണ് പുറത്തുപോയി ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറഞ്ഞത് എന്നുള്ളത്? ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ എന്ന് ആരാണ് പറഞ്ഞത്? കങ്കാരു ആണല്ലേ, നമ്മുടെ കുട്ടിയായ നമ്മുടെ രൂരുവിന്റെ അമ്മയാണ് പറഞ്ഞത്. അപ്പോ കങ്കാരു എന്നുള്ളത് നിങ്ങൾ ചിത്രം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനാണെങ്കിൽ അത് മാർക്ക് ചെയ്യുക. രൂരുവിനെ थोड़ा डरते हुए झिझकते हुए हौले से अम्मी की जेब से सिर बाहर निकाला. थोड़ा എന്ന് പറഞ്ഞാല് കുറച്ച്, ഡർത്തേ ഹുവേ എന്ന് പറഞ്ഞാല് ഡർ എന്ന് പറഞ്ഞാൽ പേടി, ഡർത്തേ ഹുവേ എന്ന് പറഞ്ഞാല് ഭയന്നുകൊണ്ട്, ജിജക്തേ ഹുവേ എന്ന് പറഞ്ഞാല് മടിയോടെ, ഹോലെ എന്ന് പറഞ്ഞാല് മെല്ലെ, ജീബ് എന്ന് പറഞ്ഞാല് കങ്കാരു സഞ്ചി. അതായത് നമ്മുടെ രൂരു തന്റെ അമ്മയുടെ സഞ്ചിയിലാണ് ഇരിക്കുന്നത്. സിർ എന്ന് പറഞ്ഞാല് തല, ബാഹർ എന്ന് പറഞ്ഞാല് പുറത്ത്. രൂരു കുറച്ച് ഭയന്നുകൊണ്ട് മടിയോടെ മെല്ലെ അമ്മയുടെ സഞ്ചിയിൽ നിന്ന് തല പുറത്തേക്ക് എടുത്തു. ദുനിയ കിത്നി ബഡി ഥി, കിത്നി സുന്ദർ, കിത്നി സാരെ രംഗ്, ആവാസേ, കിത്നി ഖുഷ്ബു. ദുനിയ എന്ന് പറഞ്ഞാല് ലോകം, വേൾഡ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ബഡി എന്ന് പറഞ്ഞാല് വലുത്, സുന്ദർ എന്ന് പറഞ്ഞാല് മനോഹരം, ഭംഗിയുള്ളത്, രംഗ് എന്ന് പറഞ്ഞാല് കളർ, നിറം, ആവാസ് എന്ന് പറഞ്ഞാല് ശബ്ദം, ആവാസേം എന്ന് പറഞ്ഞാല് ശബ്ദങ്ങൾ, ഖുഷ്ബു എന്ന് പറഞ്ഞാല് സുഗന്ധം, ഫ്രേഗ്രൻസിനാണ് പറയുന്നത് കേട്ടോ. ലോകം എത്ര വലുതായിരുന്നു, എത്ര മനോഹരം, എത്രയോ അധികം നിറങ്ങൾ, ശബ്ദങ്ങൾ, എന്തൊരു സുഗന്ധം എന്ന് നമ്മുടെ രൂരു ആശ്ചര്യത്തോടെ പറയാണ് തല പുറത്തേക്ക് ഇട്ടപ്പോ. അപ്പൊ അതിന്റെ ചിത്രം നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം.
കങ്കാരുവിന്റെ കുഞ്ഞായ രൂരു തല പുറത്തേക്ക് ഇട്ടപ്പോ ഒരുപാട് മനോഹരായിട്ടുള്ള കാഴ്ചകൾ കണ്ടു എന്ന് നമ്മുടെ ഈ കഥയിൽ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് മരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. മരത്തിന് പേട് എന്നാണ് ഹിന്ദിയിൽ പറയാ. പിന്നെ കുരങ്ങനുണ്ട്, കുരങ്ങനെ ബന്ദർ എന്ന് പറയും. പിന്നെ മരത്തില് ഒരു പെരുമ്പാമ്പ് ചുറ്റിക്കിടക്കുന്നുണ്ട്. പെരുമ്പാമ്പിന് അജുഗർ എന്നാണ് ഹിന്ദിയിൽ പറയാ. പാമ്പിന് സാവ് എന്നും പറയും. പിന്നെ ആനയുണ്ട്, ആനയ്ക്ക് ഹാത്തി എന്നാണ് പറയാ. പിന്നെ കരടിയുണ്ട്, കരടിക്ക് ഭാലു എന്ന് പറയും. കുറുക്കന് ലോമഡി എന്ന് പറയും. പിന്നെ മുയലുണ്ട്, മുയലിന് ഗർഗോഷ് എന്നാണ് ഹിന്ദിയിൽ പറയാ. പിന്നെ കങ്കാരു ഉണ്ട്, കങ്കാരുവിന്റെ കുഞ്ഞുണ്ട്, കുഞ്ഞിന് ജോയ്സ് എന്നാണ് പറയുന്നത് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓരോ മൃഗത്തിനും മലയാളത്തിലും ഹിന്ദിയിലും എന്താ പറയാന്ന് ഞാൻ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലേക്കോ നോട്ട് ബുക്കിലേക്കോ എഴുതി വെക്കുക. കാരണം ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്കിനി ബാക്കി വായിച്ചു നോക്കാം. പർ രൂരു സെഹം ഗയ. പർ എന്ന് പറഞ്ഞാല് പക്ഷേ, സെഹം ഗയ എന്ന് പറഞ്ഞാല് പകച്ചുപോയി. പക്ഷെ രൂരു പകച്ചുപോയി. ഇത്നി ബഡി ദുനിയ ഥി ബാഹർ. ഇത്നി എന്ന് പറഞ്ഞാല് ഇത്രയും, ബഡി എന്ന് പറഞ്ഞാല് വലിയ, ദുനിയ ലോകം, വേൾഡ് എന്നുള്ള അർത്ഥാണ്, ബാഹർ പുറത്ത്. ഇത്രയും വലിയ ലോകമായിരുന്നു പുറത്ത് ഇത്രയും വലിയ ലോകമായിരുന്നു എന്ന് കണ്ട് രൂരു പകച്ചുപോയി. അമ്മി കങ്കാരു തോടി ദേർ തോ സബ്ർ കിയേ രഹി. അമ്മി എന്ന് പറഞ്ഞാല് അമ്മ, കങ്കാരു ആണ്. തോടി എന്ന് പറഞ്ഞാല് കുറച്ച്, സബ്ർ കിയേ രഹി ക്ഷമയോടെ നിന്നു. ഈ അമ്മ കങ്കാരു കുറച്ചു നേരം ക്ഷമയോടെ നിന്നു. ഫിർ ഹൽക്കേ സേ ഥപ്കി ദി. ഹൽക്കേ സേ ഥപ്കി ദി എന്ന് പറഞ്ഞാല് മൃദുവായി ചുമലിൽ തട്ടി, അതായത് ഷോൾഡറിൽ തട്ടി. പിന്നെ അമ്മ എന്താ ചെയ്തത്? മൃദുവായിട്ട് ഷോൾഡറിൽ തട്ടി. ഫിർ രൂരു കോ ഖുദ് ജേബ് സേ നിക്കൽനെ കി കോശിഷ് കർത്തെ ദേഖ്നെ ലഗി. ഖുദ് എന്ന് പറഞ്ഞാല് സ്വയം, ജേബ് എന്ന് പറഞ്ഞാല് കങ്കാരുവിന്റെ സഞ്ചി, കോശിഷ് എന്ന് പറഞ്ഞാല് പരിശ്രമം, എഫേർട്ടിനാണ്. അപ്പോ പിന്നെ രൂരു സ്വയം സഞ്ചിയിൽ നിന്ന് പുറത്തു കിടക്കാൻ പരിശ്രമിക്കുന്നത് നോക്കാൻ തുടങ്ങി. ആരാണത് നോക്കാൻ തുടങ്ങിയത്? അമ്മയാണല്ലേ, അമ്മിയാണ്. അപ്പൊ അത് മനസ്സിലാക്കി വെക്ക. ആഖിർ അവസാനം രൂരു ജേബ് സെ ബാഹർ നിക്കല. രൂരു ജേബ് എന്ന് പറഞ്ഞാല് കങ്കാരുവിന്റെ സഞ്ചി, ബാഹർ എന്ന് പറഞ്ഞാല് പുറത്ത്. രൂരു സഞ്ചിയിൽ നിന്ന് പുറത്തിറങ്ങി, പുറത്തു വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ എന്താ അവസാനം സംഭവിച്ചത്? രൂരു അമ്മയുടെ സഞ്ചിയിൽ നിന്ന് പുറത്തു വന്നു. നമുക്ക് ഇവിടെ ഒരു അമ്മയുടെ ആഴത്തിലുള്ള സ്നേഹം കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം രൂരു ഫ്രണ്ട്സ് ഒന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അമ്മ ഇത് പറയാതെ തന്നെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് സഞ്ചിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടിച്ച് മടിച്ച് നിന്ന രൂരുവിനെ സപ്പോർട്ട് ചെയ്ത് പുറത്തിറങ്ങാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് രൂരു ഈ സഞ്ചിയിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ബാക്കി വായിച്ച് മനസ്സിലാക്കാം. നീച്ചി ടെഹനി പർ ഏക് ചിടിയ ഗാന ഗാ രഹി ഥി. ടെഹനി എന്ന് പറഞ്ഞാല് മരച്ചില്ല, ഏക് എന്ന് പറഞ്ഞാല് ഒരു, ചിടിയ എന്ന് പറഞ്ഞാല് പക്ഷി എന്നാണ്, ഗാന എന്ന് പറഞ്ഞാല് പാട്ട്. താഴ്ന്ന ഒരു മരച്ചില്ലയിൽ ഒരു പക്ഷി പാട്ട് പാടുന്നുണ്ടായിരുന്നു. രൂരുവിനെ ചിടിയാസി പൂച്ചന ചാഹാക്കി ക്യാ ഉസേ ഓർ ഗാനെ ബി ആത്തെ ഹെ. ചിടിയ എന്ന് പറഞ്ഞാല് പക്ഷിയാണ്, ബേർഡ് എന്നുള്ള അർത്ഥാണ്. പൂച്ചന എന്ന് പറഞ്ഞാല് ചോദിക്കാൻ, ചാഹ ആഗ്രഹിച്ചു. രൂരു ഈ പക്ഷിയോട് ചോദിക്കാൻ ആഗ്രഹിച്ചു, അതിന് ഇനിയും കൂടുതൽ പാട്ടുകൾ അറിയുമോ എന്ന്. ക്യാ വോ ഉസേ ഗാന സിഖാദേഗി. ഗാന എന്ന് പറഞ്ഞാല് പാട്ടാണ്, സിഖാദേഗി എന്ന് പറഞ്ഞാല് പഠിപ്പിക്കുമോ. അപ്പൊ രൂരു, കങ്കാരുവിന്റെ കുഞ്ഞായ രൂരു ആ പക്ഷിയോട് എന്താ ചോദിക്കാൻ ആഗ്രഹിച്ചേ? ഉസേ ഓർ ഗാനെ ബി ആത്തെ ഹെ. ഈ പക്ഷിക്ക് കൂടുതൽ ഇനിയും പാട്ടുകൾ അറിയോ എന്ന് ചോദിക്കാൻ ആഗ്രഹിച്ചു. പിന്നെ എന്താ ചോദിക്കാൻ ആഗ്രഹിച്ചേ? ക്യാ വോ ഉസേ ഗാന സിഖാദേഗി. അതായത് പക്ഷി രൂരുവിനെ പാട്ട് പഠിപ്പിക്കുമോ എന്ന്. അപ്പൊ ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ പക്ഷി എന്താ ചെയ്തതെന്നറിയോ? പർ ചിടിയ ഉടുക്കർ ദൂസരി പേട് പർ ബാഠ് ഗയി. പർ എന്ന് പറഞ്ഞാല് പക്ഷി, ചിടിയ എന്ന് പറഞ്ഞാല് പക്ഷിയാണ്, പേട് എന്ന് പറഞ്ഞാൽ മരം, ബാഠ് ഗയി എന്ന് പറഞ്ഞാല് ഇരുന്നു. പക്ഷി
പറന്ന് എന്ത് ചെയ്തു? മറ്റൊരു മരത്തില് ഇരുന്നു. രുക്കോ രുക്കോ ജാവോ മത്. രുക്കോ എന്ന് പറഞ്ഞാല് നിൽക്കൂ. അപ്പൊ രൂരു ഈ പക്ഷിയോട് പറയാണ്, നിൽക്കൂ നിൽക്കൂ, പോകരുത്, പോകല്ലേ എന്ന് പറയാണ്. ചിടിയാ കെ പീച്ചെ കൂദത്താ ഹുവ രൂരുനെ ചില്ലായ. കൂതന എന്ന് പറഞ്ഞാല് ചാടുക എന്നാണ്. ചില്ലായ എന്ന് പറഞ്ഞാല് ഉച്ചത്തിൽ വിളിച്ചു, നമ്മൾ ഒച്ച വെക്കുന്നതിനാണ്. അപ്പൊ രൂരു എന്ത് ചെയ്തു? പക്ഷിയുടെ പിന്നാലെ ചാടിക്കൊണ്ടു രൂരു ഉച്ചത്തില് വിളിച്ചു, അതായത് ഇങ്ങനെ ഒച്ച വെച്ചു. ചിടിയ ബോലി, പക്ഷി പറഞ്ഞു, മേ രുക് നഹി സക്തി, ബഹുത് ബൂരാ ഹോ ഗയാ ഹെ. ബൂര എന്ന് പറഞ്ഞാല് മോശം, നല്ലതല്ലാത്തത് എന്നൊരർത്ഥാണ് വരുന്നത്. ഇവിടെ ആപത്ത് എന്നാണ് വരുന്നത്. ഹോ ഗയാ ഹെ എന്ന് പറഞ്ഞാല് സംഭവിച്ചു, എനിക്ക് നിൽക്കാനാകില്ല, വളരെ വലിയൊരു ആപത്ത് സംഭവിച്ചു എന്ന് പക്ഷി രൂരുവിനോട് പറഞ്ഞു. ക്യാ ബൂരാ ഹുവ, എന്താപത്ത് സംഭവിച്ചു എന്ന് രൂരു പക്ഷിയോട് ചോദിച്ചു. പിച്ഛലി രാത് ഭയാനക തൂഫാൻ ആയാ ഥ. പിച്ഛലി എന്ന് പറഞ്ഞാല് കഴിഞ്ഞ, രാത് എന്ന് പറഞ്ഞാല് രാത്രി, നൈറ്റ് എന്നുള്ള അർത്ഥാണ്. ഭയാനക് എന്ന് പറഞ്ഞാല് ഭയാനകമായ, തൂഫാൻ എന്ന് പറഞ്ഞാല് കൊടുങ്കാറ്റ്. കഴിഞ്ഞ രാത്രി ഭയാനകമായ, പേടിപ്പെടുത്തുന്ന കൊടുങ്കാറ്റ് വന്നിരുന്നു, വീശിയിരുന്നു എന്ന് പക്ഷി രൂരുവിനോട് പറഞ്ഞു. മേരാ ഗോസ്ല ബിഖർ ഗയാ ഹെ. മേര എന്ന് പറഞ്ഞാല് എന്റെ, ഗോസ്ല എന്ന് പറഞ്ഞാല് പക്ഷിക്കൂട്, കൂട് എന്നുള്ള അർത്ഥാണ്. ബിഖർ ഗയാ ഹെ എന്ന് പറഞ്ഞാല് തകർന്നുപോയി, എന്റെ പക്ഷിക്കൂട് തകർന്നുപോയി എന്ന് പക്ഷി രൂരുവിന്റെ അടുത്ത് പറഞ്ഞു. കഹി മേരെ ബച്ചെ ഗിർ ന ജായേ, മേ ഗാനാ നഹി ഗാ രഹി തീ, अपने साथी को बुला रही थी, वो आ जाए तो हम मिलकर जल्दी जल्दी घोंसला ठीक कर ले. മേരെ എന്ന് പറഞ്ഞാല് എന്റെ, ബച്ചെ എന്ന് പറഞ്ഞാല് കുട്ടികൾ, കുഞ്ഞുങ്ങൾ എന്നുള്ള അർത്ഥാണ്. മേ എന്ന് പറഞ്ഞാല് ഞാൻ, ഗാന പാട്ടാണ്. സാത്തി എന്ന് പറഞ്ഞാല് കൂട്ടുകാരൻ, കൂട്ടുകാരി, പങ്കാളി, ഇണ, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. ബുലാരഹീത്തി എന്ന് പറഞ്ഞാല് വിളിക്കുകയായിരുന്നു. ഹം എന്ന് പറഞ്ഞാല് ഞങ്ങൾ എന്നുള്ള അർത്ഥാണ്. ജൽദി എന്ന് പറഞ്ഞാല് പെട്ടെന്ന്, വേഗത്തിൽ. ഗോസ്ല എന്ന് പറഞ്ഞാല് കൂട് എന്നുള്ള അർത്ഥാണ്. രാത്രിയില് ഭയാനകമായ കൊടുങ്കാറ്റ് വീശിയിട്ട് ഈ പക്ഷിയുടെ കൂട് തകർന്നു എന്ന് പക്ഷി പറയുന്നുണ്ട് രൂരുവിന്റെ അടുത്ത്. അപ്പൊ പക്ഷികളുടെ കൂട്ടിൽ എന്താ ഉണ്ടായിരിക്കുക? അവരുടെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ രാത്രിയില് ഭയാനകമായ കൊടുങ്കാറ്റ് വീശിയിട്ട് ഈ പക്ഷിയുടെ കൂട് തകർന്നു. അപ്പൊ പക്ഷിയുടെ കൂട്ടിൽ എന്താ ഉണ്ടായിരിക്കുക? അതിന്റെ കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ പക്ഷിക്ക് പേടിയുണ്ട്, എവിടെയെങ്കിലും തന്റെ കുഞ്ഞുങ്ങൾ വീഴുകയില്ലേന്ന്. അപ്പൊ ഈ കുട്ടികളെ വീഴാതിരിക്കാൻ മേ ഗാനാ നഹി ഗാ രഹി തീ, അപ്പനെ സാത്തി കോ ബുലാ രഹി തീ, ഈ പക്ഷി പാട്ട് പാടുകയായിരുന്നില്ല. അപ്പനെ സാത്തി കോ ബുലാ രഹി തീ, തന്റെ സുഹൃത്തിനെ, തന്റെ കൂട്ടുകാരനെ വിളിക്കുകയായിരുന്നു. वो आ जाए तो हम मिलकर जल्दी जल्दी घोंसला ठीक कर ले. ആ പക്ഷിയുടെ സാത്തി വന്നു കഴിഞ്ഞാല് ഞങ്ങൾ ഒരുമിച്ച് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? വേഗത്തില് പക്ഷിക്കൂട് ശരിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പക്ഷി പാട്ട് പാടിക്കൊണ്ടിരുന്നത്. പക്ഷെ പക്ഷി എന്താ പറയുന്നത്? ഞാൻ പാട്ട് പാടുകയായിരുന്നില്ല, എന്റെ സാത്തിയെ വിളിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. രൂരുവും പക്ഷിയും സംസാരിക്കുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ പക്ഷി രൂരുവിന്റെ അടുത്ത് എന്താ പറയുന്നത്? എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ആപത്ത്? കഴിഞ്ഞ രാത്രിയില് ഒരു കൊടുങ്കാറ്റ് വീശിയിട്ട് ആ പക്ഷിയുടെ കൂട് തകർന്നു. അപ്പൊ രൂരു ഈ പക്ഷി മരച്ചില്ലയിൽ ഇരുന്ന് പാട്ട് പാടുകയാണ് എന്നാണല്ലേ ആദ്യം വിചാരിച്ചിരുന്നത്. അപ്പൊ ഈ പക്ഷി പറയാണ്, ഞാൻ പാട്ട് പാടുകയായിരുന്നില്ല, എന്റെ സാത്തിയെ വിളിക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്? ഈ പക്ഷിയുടെ കൂട് വേഗത്തിൽ, എളുപ്പത്തില് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കഥ ഇതുവരെ മനസ്സിലായല്ലോ. അപ്പൊ ഇനി ഇതിന്റെ ബാക്കി എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വായിച്ചു നോക്കാം. രൂരു ചിടിയാ കെ സാത്ത് ചൽപട. ചിടിയ എന്ന് പറഞ്ഞാല് പക്ഷിയാണ്, സാത്ത് എന്ന് പറഞ്ഞാല് കൂടെ, ഒപ്പം. ഇപ്പൊ രൂരു പക്ഷിയോടൊപ്പം ഇങ്ങനെ നടക്കാൻ തുടങ്ങി. പക്ഷി പറന്നു പോവുകയും രൂരു അതിന്റെ കൂടെ നടന്നു. ബച്ചെ ജമീൻ പർ ബേഹാൽ പടേ ഹുവേ തേ. ബച്ചെ എന്ന് പറഞ്ഞാല് കുട്ടികള്, കുഞ്ഞുങ്ങള്. ജമീൻ എന്ന് പറഞ്ഞാല് നിലത്ത്. ബേഹാൽ എന്ന് പറഞ്ഞാല് ബൂരിയ ഹാലത് മീം എന്നാണ്, അതായത് മോശപ്പെട്ട അവസ്ഥയിൽ. ഈ കുട്ടികളെ നിലത്ത് മോശപ്പെട്ട അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. ചിടിയ ജോർ സെ റോയി. ചിടിയ പക്ഷി, ബേർഡ് എന്നുള്ള അർത്ഥാണ്. ജോർ സെ എന്ന് പറഞ്ഞാല് ഉച്ചത്തില്.
രോയി എന്ന് പറഞ്ഞാല് കരഞ്ഞു. പക്ഷി ഉച്ചത്തില് കരഞ്ഞു. തന്റെ കുഞ്ഞുങ്ങളെ നിലത്ത് വളരെ മോശപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്നത് കണ്ടിട്ട് എന്ത് ചെയ്തു? ഈ പക്ഷി ഒച്ചത്തില് കരഞ്ഞു. ഉസ്കി ആവാസ് സുൻ ഉസ്കാ സാത്തി ഉഡ്താ ഹുവാ ആയ. ആവാസ് എന്ന് പറഞ്ഞാല് ശബ്ദം, സൗണ്ട് എന്നുള്ള അർത്ഥമാണ്. സാത്തി എന്ന് പറഞ്ഞാല് കൂട്ടുകാരൻ, കൂട്ടുകാരി, പങ്കാളി, ഇണ, ഫ്രണ്ട്, അങ്ങനെ പല അർത്ഥങ്ങളും ഉണ്ട്. ഉടുത്ത എന്ന് പറഞ്ഞാല് പറന്ന്, ആയ വന്നു. അപ്പൊ അവളുടെ ശബ്ദം കേട്ട്, ഈ പക്ഷിയുടെ ശബ്ദം കേട്ടിട്ട് അതിന്റെ കൂട്ടുകാരൻ പറന്നു വന്നു. ഉൻ ദോനോ കോ ഉദാസ് ദേഖ് രൂരു കോ ഏക് ഖ്യാൽ ആയ. ഉദാസ് എന്ന് പറഞ്ഞാല് സങ്കടം, ദുഃഖം. അപ്പൊ അവർ രണ്ടുപേരുടെയും സങ്കടം കണ്ട്, ദുഃഖം കണ്ടിട്ട് രൂരുവിന് ഒരു ചിന്ത വന്നു. മുജെ ഏക് ജഗ മാലൂം ഹെ. അപ്പൊ രൂരു ഈ പക്ഷികളോട് പറയാണ്, മുജെ എനിക്ക്, ഏക് എന്ന് പറഞ്ഞാല് ഒരു, ജഗ എന്ന് പറഞ്ഞാല് സ്ഥലം, മാലൂം എന്ന് പറഞ്ഞാല് അറിയാം, എനിക്കൊരു സ്ഥലം അറിയാം. ജബ് തക് ബच्चे ഉഡ്നെ ലായക് नहीं हो जाते वे आराम से वही रह सकते हैं. ഉഡ്നെ ലായക് എന്ന് പറഞ്ഞാല് പറക്കാനുള്ള പ്രാപ്തി. വേ എന്ന് പറഞ്ഞാല് അവർ, ആരാംസെ എന്ന് പറഞ്ഞാല് സ്വസ്ഥായിട്ട്. ഇപ്പൊ രൂരു എന്താ പറയുന്നത്? എനിക്കൊരു സ്ഥലം അറിയാം, കുട്ടികൾ പറക്കാന് പ്രാപ്തരാകുന്നത് വരെ, അല്ലെങ്കിൽ ഈ കുട്ടികൾ പറക്കാനുള്ള പ്രാപ്തി എപ്പോഴാണോ ആകുന്നത്, അതാകുന്നത് വരെ അവർക്ക് സ്വസ്ഥമായിട്ട് അവിടെ താമസിക്കാമെന്ന് ഈ രൂരു ഈ പക്ഷികളോട് പറയാണ്. फिर क्या था? रूरू की मदद से अम्मी ने धीरे धीरे सारे बच्चों को अपनी नरम मुलायम जेब में रख लिया. फिर क्या था? പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നെ എന്താ ഉണ്ടായത്? മദദ് എന്ന് പറഞ്ഞാല് സഹായം, അമ്മി എന്ന് പറഞ്ഞാല് അമ്മയാണ്, രൂരുവിന്റെ അമ്മയാണ്, അതായത് നമ്മുടെ കങ്കാരു. ധീരെ ധീരെ പതുക്കെ, സാരെ എന്ന് പറഞ്ഞാല് മുഴുവൻ അല്ലെങ്കിൽ എല്ലാം, നരം എന്ന് പറഞ്ഞാല് മൃദുവായ, സോഫ്റ്റ് ആയിട്ടുള്ളത്, മുലായം എന്ന് പറഞ്ഞാല് കോമളമായ, ജേബ് എന്ന് പറഞ്ഞാല് സഞ്ചി, പൗച്ച് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ രൂരു ഈ പക്ഷിയെയും കുഞ്ഞുങ്ങളെയും എങ്ങോട്ടാണ് കൊണ്ടുവന്നത്? തന്റെ അമ്മയുടെ അടുത്തേക്കാണല്ലേ. അപ്പൊ അമ്മ എന്താ ചെയ്തത്? രൂരുക്കി മദത്സേ, രൂരുവിന്റെ സഹായത്തോടെ അമ്മ എന്ത് ചെയ്തു? പതുക്കെ പതുക്കെ മുഴുവൻ കുട്ടികളെയും തന്റെ മൃദുവായിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, കോമളമായിട്ടുള്ള സഞ്ചിയില് വെച്ചു, തന്റെ പൗച്ചില് വെച്ചു. യഹാഉനെ കോയി ഖതര നഹീത. യഹാം എന്ന് പറഞ്ഞാല് ഇവിടെ, ഖതര എന്ന് പറഞ്ഞാല് അപകടം. ഇവിടെ അവർക്ക് ഒരു അപകടം ഉണ്ടായിരുന്നില്ല. ചിടിയാം ഖുഷി സെ ഗാനെ ലഗി. ചിടിയാം എന്ന് പറഞ്ഞാല് പക്ഷികൾ, ചിടിയ എന്ന് പറഞ്ഞാല് പക്ഷി, ഖുഷി എന്ന് പറഞ്ഞാല് സന്തോഷം, ഗാനെ ലഗി എന്ന് പറഞ്ഞാല് പാടാൻ തുടങ്ങി. പക്ഷികൾ സന്തോഷത്തോടെ പാടാൻ തുടങ്ങി. ഉനോനെ രൂരു കോ ബി ഗാനാ സിഖാ ദിയ. അവര് രൂരുവിനെയും പാടാൻ പഠിപ്പിച്ചു. उस रात रूरू आहिस्ता से संभलकर अम्मी की जेब में घुसा. രാത്രി എന്ന് പറഞ്ഞാല് രാത്രി, നൈറ്റ് എന്നുള്ള അർത്ഥാണ്. ആഹിസ്ത എന്ന് പറഞ്ഞാല് പതുക്കെ, സംഭൽക്കർ ശ്രദ്ധിച്ച്, അമ്മി എന്ന് പറഞ്ഞാല് അമ്മയാണ്, ജേബ് എന്ന് പറഞ്ഞാല് സഞ്ചി, പൗച്ച് എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ മറന്നു പോവരുത്. അതിനാണ് ജേബ് എന്നുള്ളതും അമ്മി എന്നുള്ള വാക്കുകളൊക്കെ വീണ്ടും ആവർത്തിച്ച് അർത്ഥം പറഞ്ഞു തരുന്നത്. ഗുസ എന്ന് പറഞ്ഞാല് കയറി. ആ രാത്രി രൂരു പതുക്കെ ശ്രദ്ധിച്ച് അമ്മയുടെ സഞ്ചിയിൽ കയറി. വഹ് ചിടിയോं की बगल में दुबक गया. ബഗൽമേ എന്ന് പറഞ്ഞാല് അരികില്, ദുബക് ഗയ എന്ന് പറഞ്ഞാല് പതുങ്ങിക്കിടന്നു. ഈ രൂരു ഈ പക്ഷികളുടെ അരികില് പതുങ്ങിക്കിടന്നു. അബ് വോ അക്കേല നഹീ ത. അബ് എന്ന് പറഞ്ഞാല് ഇപ്പോൾ, അക്കേല എന്ന് പറഞ്ഞാല് ഒറ്റയ്ക്ക്. ഇപ്പോൾ അവൻ ഒറ്റയ്ക്കല്ലായിരുന്നു, തനിച്ചല്ലായിരുന്നു. രൂരുവിന്റെ സഹായത്തോടെ ഈ അമ്മയായ കങ്കാരു പതുക്കെ എല്ലാ കുട്ടികളെയും തന്റെ സോഫ്റ്റ് ആയിട്ടുള്ള പോക്കറ്റിൽ വെച്ചു. ഇപ്പൊ ഈ പക്ഷികൾക്ക് ഒരു അപകടം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരെ ഒരുപാട് സന്തോഷത്തോടെ പാട്ട് പാടാൻ തുടങ്ങി. രൂരുവിനും ഈ പാട്ട് പാടാൻ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ രൂരു പതുക്കെ ശ്രദ്ധിച്ച് തന്റെ അമ്മയുടെ സഞ്ചിയിൽ കയറി. എന്നിട്ട് ആ പക്ഷികളുടെ അരികില് പതുങ്ങിക്കിടന്നു. ഇതുവരെ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്ന് പരാതി പറഞ്ഞിരുന്ന രൂരു ഇപ്പൊ ഒറ്റയ്ക്കല്ല.
ഇവിടെ ഒരു അമ്മ ആത്മാർത്ഥതയോടെ തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതും ആഴത്തിൽ സ്നേഹിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കഥയില് പരസ്പര സ്നേഹത്തെക്കുറിച്ചും പരസ്പരം സഹായിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതായത് ഒരാള് മറ്റൊരാളെ സഹായിക്കുന്നതിനെ കുറിച്ച്. അപ്പൊ നിങ്ങളും അത് മനസ്സിലാക്കുക. രൂരുവിനെ പോലെ നിങ്ങളെ കൂടെ ഉള്ളവരെന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുക. രൂരു എന്നുള്ള കഹാനി ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളത്. ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പല പ്രധാനപ്പെട്ട പോയിന്റ്സുകളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പഠിക്കുക. പിന്നെ ഈ കഥയിലുള്ള ഓരോ ഇൻസിഡൻസ് നിങ്ങൾ ഓർത്തു വെക്കുക. കാരണം ഈ കഥയിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ തന്ന് അത് നിങ്ങളോട് ക്രമത്തിൽ എഴുതാനുള്ള ചോദ്യം വരാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ കങ്കാരു പറഞ്ഞ കാര്യവും രൂരു പറഞ്ഞ കാര്യവും അമ്മയായ കങ്കാരു പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതൊക്കെ പരീക്ഷയ്ക്കും ചോദ്യമായിട്ട് വരാവുന്നതാണ്. പിന്നെ നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ള, നിങ്ങളുടെ 6ാം ക്ലാസ്സിലെ എല്ലാ പാഠഭാഗങ്ങളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പോയി കാണുക. ഈ രൂരു എന്നുള്ള കഹാനി നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ എന്നെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.